കൃത്യസമയത്ത് ഫുഡ് കഴിക്കുമോ, കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുമോ, അങ്ങനെ ഒന്നുമില്ലാത്ത പോക്കാണ് ഇപ്പോൾ എൻ്റെ ഫുഡിൻ്റെ രീതികൾ കേട്ടോ. അപ്പോൾ ഇന്നൊരു വാട്ടേ ഈറ്റിനെ ഇടയിൽ ചെയ്യാം. ഒരു 11-11:30 ആയപ്പോൾ കടയിൽ കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതും കുടിച്ചു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും, കാരണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് പപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്, കട്ടൻ കാപ്പിയും പപ്സും കേട്ടോ. പപ്സ് ആണെങ്കിൽ നല്ല ചൂട് പപ്സ് ആയിരുന്നു, കാരണം രാവിലെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടോട് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതും കഴിച്ചു. നമ്മുടെ കട്ടൻ കാപ്പി ഉണ്ടല്ലോ അതും കുടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ലഞ്ചിനെന്ന് പറയുമ്പോഴത്തേന് ഞാൻ പോകുന്ന വഴിക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ലഞ്ചിൻ്റെ ടൈമിലല്ല ഞാൻ കഴിച്ചത്. ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞൊരു 3-3:30 മണിയായപ്പോഴത്തേനാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, അച്ചാർ പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാവണതാണ്. അപ്പോൾ ഞാൻ വെറുതെ അതിനെ അങ്ങ് കോരി സ്പൂൺ കൊണ്ട് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചേച്ചി വീണ്ടും കട്ടൻ കാപ്പി ഉണ്ടാക്കുക. അപ്പോൾ ക്യാമറ കണ്ടത്തിലുള്ള എൻ്റെ ഷോയാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ കട്ടൻ കാപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റുമാണ് ഇന്ന് ടീ ബ്രേക്കിന് കഴിക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മധുരത്തിന് കട്ടൻ കാപ്പിയും കോഫിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്തേ ബിസ്ക്കറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ 50-50 ആണ് വാങ്ങിച്ചത്. ഇതിൽ ഫ്ലേവറൊന്നും ഇല്ലാത്ത ടൈപ്പ് 50-50 ആണ് എനിക്കിഷ്ടം. ഞാൻ അതിനെ ഇങ്ങനെ കട്ടനിൽ മുക്കി കഴിച്ച് നോക്കിയിട്ട് ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഫുഡൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് വാങ്ങിച്ച് ചോറിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 2 പപ്പടവും പൊള്ളിച്ചെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടല്ലോ, നമ്മുടെ തൈരിൽ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് സാലഡ് ഉണ്ടാക്കിയെടുത്ത്. എന്നിട്ട് പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ബെഡിൽ പോയിരുന്നിട്ട് ജനലിനോട്ട് നോക്കി മഴയൊക്കെ നോക്കിയിരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചതുപോലെയല്ല, സാലഡും പപ്പടവും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ റൈസിന് ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ. എന്നിട്ട് ഞാൻ മഴ ആയതുകൊണ്ട് കുളിക്കാണ്ട് മടി പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ പാറക്കുട്ടിക്ക് വാങ്ങിച്ച ലാവ കേക്ക് ഇരിപ്പുണ്ടായിരുന്നേ. പാറക്കുട്ടി വരാത്തത് കൊണ്ട് അതിന് ഞാൻ അങ്ങ് കഴിച്ചു കേട്ടോ. എന്നിട്ടൊരു 1:30 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഞാനൊരു മഫിൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പാറക്കുട്ടിക്ക് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കഴിച്ചത്. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.